ക്രാക്ക് ദ ടെക്നിക്കൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് 2025 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The address resolution protocol ARP provide a mapping from an IP address to the corresponding hardware or link layer address. A single TCP segment from a sender S to a receiver R cannot carry both data from S to R and acknowledgement for a segment from R to S. Which one of the following is correct? Both 1 and 2 are true. 1 is true and 2 is false. 1 is false and 2 is true. Both 1 and 2 are false. So, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് നോർമലി നമ്മൾ ഗേറ്റിൽ കണ്ടുവരുന്ന, അതുപോലെ തന്നെ നെറ്റിലൊക്കെ കണ്ടുവരുന്ന സ്ഥിരം പാറ്റേൺ ആണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ARP യെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കൊരു ARP യെ കുറിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 2 പോയിന്റ് പഠിച്ചിട്ട് തിരിച്ചു വരാം. ARP എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി അറിയാം, അത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആണ്. ഇത് നമ്മുടെ OSI ലെയറിൽ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഡേറ്റ ലിങ്ക് ലെയറിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണല്ലോ. ഇനി ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളിന്റെ ഗോൾ എന്താണ്? എപ്പോഴും ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഹാർഡ്വെയർ അഡ്രസ് ഓഫ് എ ഹോസ്റ്റ് ഫ്രം എ നോൺ IP അഡ്രസ്. ഓക്കെ, ഇതിലെ ഈ ഹാർഡ്വെയർ അഡ്രസ്സിനെയാണ് നമ്മൾ നോർമലി ഏത് അഡ്രസ് എന്ന് പറയാ? MAC അഡ്രസ് എന്ന് പറയാ. ഓക്കെ, മീഡിയ ആക്സസ് കൺട്രോൾ. MAC അഡ്രസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ അഡ്രസ്സിനെയാണ്. ഇനി IP അഡ്രസ്സിന് നമ്മൾ നോർമലി വേറൊരു പേര് പറയും. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ലോജിക്കൽ അഡ്രസ് എന്ന് പറയും. ഓക്കെ, ലോജിക്കൽ അഡ്രസ്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഹാർഡ്വെയർ അഡ്രസ്സിന് പകരം MAC അഡ്രസ് എന്നും IP അഡ്രസ്സിന് പകരം ലോജിക്കൽ അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഫൈൻഡ് ദി ഹാർഡ്വെയർ അഡ്രസ് ഓർ MAC അഡ്രസ് ഓഫ് എ ഹോസ്റ്റ് ഫ്രം എ നോൺ IP അഡ്രസ്. അതായത് നമ്മളൊരു IP അഡ്രസ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് തരും? MAC അഡ്രസ് തരും. MAC അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ അഡ്രസ് ആണ്. അപ്പൊ ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ് നമുക്ക് എപ്പോഴും കണ്ടുപിടിച്ച് തരിക എന്നുള്ളൊരു ഗോളാണ് നമ്മുടെ ARPക്ക് ഉള്ളത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് അടുത്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. ടു ട്രാൻസ്ലേറ്റ് എ ലോജിക്കൽ IP അഡ്രസ് ഇൻ ടു എ ഫിസിക്കൽ MAC അഡ്രസ്. ഓക്കെ, അപ്പൊ എപ്പോഴും IP അഡ്രസ്സിനെ MAC അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾ ആരാണ്? ARP ആണ്, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഒരാളാണ് RARP. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി ഓർമ്മിച്ച് വെക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പൊ ARP ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓർമ്മിച്ചിരിക്കുക, ARPയുടെ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും MAC അഡ്രസ് കണ്ടുപിടിക്കലാണ്. ഓക്കെ, MAC അഡ്രസ്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർ അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ഒന്നുകൂടി നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഓർ ARP പ്രൊവൈഡ് എ മാപ്പിംഗ് ഫ്രം ആൻ IP അഡ്രസ് ടു ദ കറസ്പോണ്ടിങ് ഹാർഡ്വെയർ ഓർ ലിങ്ക് ലെയർ അഡ്രസ്. കറക്റ്റ് അല്ലേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് IP അഡ്രസ്സിൽ നിന്ന് കറസ്പോണ്ടിങ് ഹാർഡ്വെയർ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യാനായിട്ട് മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ARP എന്ന് പറഞ്ഞു. ഓക്കെ, അത് വളരെ ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ സിംഗിൾ TCP സെഗ്മെന്റ് ഫ്രം എ സെൻഡർ S to receiver R cannot carry both data from S to R and acknowledgement for a segment from R to S. ഈ TCP സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ നമുക്ക് നല്ല പരിചയമുള്ള ആണല്ലോ. ഈ TCP സെഗ്മെന്റ് എന്താണിക്കും? നമ്മുടെ ബേസിക് യൂണിറ്റ് ആണ്. എവിടത്തെ ബേസിക് യൂണിറ്റ് ആണ്?
ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ യൂണിറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ നോർമലി നമ്മൾ TCP എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ TCP എന്നുള്ള അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ആര്? TCP സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ TCP സെഗ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പ്രത്യേകതയാണ് പിഗി ബാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ പിഗി ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡേറ്റയുടെ കൂടെ ഹൂക്ക് ചെയ്തിട്ട് ആരും കൂടെ ഉണ്ടാവും? അക്നോളജ്മെന്റും കൂടെ ഉണ്ടാവും. അതാണ് ഈ പിഗി ബാക്കിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ ഹൂക്ക് ചെയ്തിട്ട് ഡേറ്റയുടെ കൂടെ ഹൂക്ക് ചെയ്തിട്ട് ആരാണ് വരിക? അക്നോളജ്മെന്റ് ആണ് വരിക. അപ്പൊ ഈ ലൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ TCP സെഗ്മെന്റ് ഫ്രം എ സെൻഡർ എസ് ടു എ റിസീവർ ആർ cannot carry both data and acknowledgement എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റല്ലേ? TCP സെഗ്മെന്റ് ഉറപ്പായിട്ടും പിഗി ബാക്കിങ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. പിഗി ബാക്കിങ് എന്ന് പറഞ്ഞാൽ ഡേറ്റയും അക്നോളജ്മെന്റും രണ്ടും ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ കനോട്ട് ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സെഗ്മെന്റ് തെറ്റാണെന്നല്ലേ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരാ? ബോത്ത് 1 and 2 ട്രൂ? നോ, അതല്ല കറക്റ്റ് അല്ലേ. 1 is true and second is false. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരുന്നത്. സോ ഇതിൽ 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്, ഓർമ്മിച്ചിരിക്കുക. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഡേറ്റ ലിങ്ക് ലെയറിലുള്ളതാണ്. എപ്പോഴും ARP ചെയ്യുന്നത് IP അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് MAC അഡ്രസ് ആക്കി തരും, അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റി തരും. അതും ഓർമ്മിച്ചിരിക്കുക. ഇനി TCP സെഗ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേ ഓർമ്മിച്ചിരിക്കുക പിഗി ബാക്കിംഗ് ഉണ്ട്. പിഗി ബാക്കിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റയുടെ കൂടെ ഹൂക്ക് ചെയ്തിട്ട് അക്നോളജ്മെന്റും ഉണ്ട്. സോ സെന്റൻസ് റീഡ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നോക്കുക. കനോട്ട് ക്യാരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അങ്ങനെ എല്ലാ സംഭവം TCP സെഗ്മെന്റ് ഡേറ്റയും അക്നോളജ്മെന്റും രണ്ടും ക്യാരി ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത CA കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ പോർഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.